യേശു അങ്ങോട്ട് പോയിരിക്കുകയാണ്. നമ്മുടെ കർത്താവിന് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ തൊട്ട് നമ്മളെ കണ്ട് ഒരു കാണുന്നത്, ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. എന്നാൽ അതിനേക്കാൾ പ്രധാനം വാക്കുപോലും വേണ്ട, വചനം പോലും അയക്കണ്ട. 8-ാം അധ്യായം സ്റ്റക്കായിരുന്നു. ഇന്റർനെറ്റ് ഇപ്പം മ്യൂട്ടാ. ഞാനിവിടെ പറയായിരുന്നു, ഡിവൈസസ് ഒത്തിരി ഓൺ ആണെങ്കിൽ ഒന്ന് ഓഫ് ആക്കാനായിട്ട്. ഇപ്പൊ കേൾക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല ഫസ്റ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മത്തായി 8-ാമത്തെ വാക്യത്തിൽ ശതാധിപൻ പറഞ്ഞു, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അങ്ങന്റെ വീട്ടിലേക്കൊന്നും വരണ്ട, രോഗിയെ കാണണ്ട, രോഗിയുടെ മേൽ കൈ വയ്ക്കണ്ട, വാക്കു മാത്രം മതി. എന്നാൽ 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ അവിടെ രോഗി വന്ന് യേശുവിനോട് പറയുന്നു, വചനം പോലും അയക്കണ്ട, ഇപ്പൊ കേൾക്കാമോ? യെസ് പാസ്റ്റർ. ഓക്കെ. കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിന് വീണ്ടും മഹത്വം അർപ്പിക്കുന്നു. സ്തോത്രം.
നെറ്റ്വർക്കിന്റെ ചെറുതല്ലാത്ത പ്രശ്നമുണ്ട്. ദയവായിട്ട് ക്ഷമിക്കുമല്ലോ. സ്തോത്രം. നമ്മൾ പറഞ്ഞു വന്നത്, ദൈവത്തിന് സൗഖ്യമാക്കുവാൻ നമ്മുടെ അടുക്കലേക്ക് വരേണ്ടതില്ല, നമ്മളെ കാണുകയോ തൊടുകയോ ചെയ്യേണ്ടതില്ല. ഒരു വാക്ക് മാത്രം പര്യാപ്തമാണ്. എന്നാൽ ആ ഒരു വാക്കിന്റെയും ആവശ്യമില്ല. മത്തായി 8:2 പറയുന്നു, എന്തുമാത്രം മതി? if you will, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖമാക്കുവാൻ കഴിയും, ശുദ്ധമാക്കുവാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ, അങ്ങേക്ക് മനസ്സാകണമേ എന്നാണ്. സ്തോത്രം. മനസ്സലിയണമേ എന്നും അങ്ങേക്ക് മനസ്സാകണമേ എന്നും ഉള്ള പ്രാർത്ഥനകൾ പര്യാപ്തമായിരിക്കും. സ്തോത്രം. ഞാൻ കർത്താവിനോട് അതാണ് പ്രാർത്ഥിക്കാറുള്ളത്. സ്തോത്രം. നമ്മുടെ കർത്താവിന് അത് മതി. സ്തോത്രം. കർത്താവിന്റെ ആ ഇഷ്ടം, കർത്താവ് മനസ്സ് വച്ചാൽ, കർത്താവ് നാം സൗഖ്യമാകണമെന്ന് ആഗ്രഹിച്ചാൽ അത്രമാത്രം മതി. സ്തോത്രം. ആ കർത്താവിന്റെ ഇഷ്ടത്തിനു പോലും ഇത്ര ശക്തിയാണ്. കർത്താവിന്റെ മനസ്സിന് പോലും എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിനു പോലും, അനുവാദത്തിനു പോലും ഇത്ര അധികാരമാണ്. ആ കർത്താവിൽ നമുക്ക് വീണ്ടും ആശ്രയിച്ച് മുന്നേറുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് പ്രത്യേകാൽ നന്ദിയും അറിയിക്കുകയാണ്. നമുക്ക് നമ്മൾ പഠിച്ചു വരുന്ന തിരുവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. കർത്താവായ യേശു ലവോദിക്യ സഭയോട് പറയുന്ന സന്ദേശം നാം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ നിന്നും പഠിച്ചു വരികയാണല്ലോ. സ്തോത്രം. നാം അതിൽ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്, ക്രിസ്തുവിന്റെ ആളത്വത്തെ എങ്ങനെയാണ് യേശു വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി. സ്തോത്രം. രണ്ടാമത് നമ്മൾ കണ്ടു, ദൈവ സൃഷ്ടിയുടെ ആരംഭമായവൻ എന്ന് പറഞ്ഞാൽ സകല സൃഷ്ടികൾക്കും ആദികാരണമായവൻ, സകല സൃഷ്ടികൾക്കും മൂലകാരണമായവൻ. അത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും കൂടെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു ഘടകമാണ്. സ്തോത്രം. പിതാവായ ദൈവം സ്രഷ്ടാവ് എന്നതുപോലെ പുത്രനായ ക്രിസ്തുവും സ്രഷ്ടാവാണെന്ന്, അതിനാൽ പിതാവിനോട് ദൈവത്വത്തിൽ തത്തുല്യനാണെന്ന്, പിതാവിനോട് പ്രവൃത്തിയിൽ തത്തുല്യനാണെന്ന് ആ കാര്യം വ്യക്തമാക്കുകയാണ്. സ്തോത്രം. അതാണ് നാം അവിടെ കാണുന്നത്. സ്തോത്രം. അടുത്തത് നമ്മൾ കർത്താവിന്റെ നാമത്തെ പറ്റി കണ്ടത് ആമീൻ എന്നുള്ളവൻ. ആമീന്റെ അർത്ഥവും ഇതിനു മുൻപ് പറഞ്ഞതുപോലെ സത്യവാൻ, മാറ്റമില്ലാത്തവൻ, അചഞ്ചലൻ. സ്തോത്രം. ആശ്രയിപ്പാൻ കൊള്ളാകുന്നവൻ,
വാഗ്ദത്തം ചെയ്തതിൽ വിശ്വസ്തത പാലിക്കുന്നവൻ, വാക്കു പറഞ്ഞാൽ മാറാത്തവൻ എന്നൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. സ്തോത്രം. ആമീൻ എന്നുള്ളവൻ. യേശുക്രിസ്തുവിന്റെ മറ്റു പല പേരുകൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവയിലേക്ക് ഈ തലക്കെട്ടിൽ നിന്നുകൊണ്ട് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ താഴോട്ട് പഠിച്ചു വരുമ്പോൾ നമുക്ക് വിചിന്തനത്തിന് വിധേയപ്പെടുത്താം. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. ഒന്നും ഇല്ല എന്ന് നിങ്ങളുടെ മൗനത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതിനു മുൻപ് ഞാൻ ഒരിക്കൽ കൂടെ ത്രിയേക ദൈവത്തിന് മഹത്വവും എല്ലാ വിശുദ്ധന്മാർക്കും വന്ദനങ്ങളും നേരുന്നു. നമുക്ക് ദൈവവചനത്തിലേക്ക് വീണ്ടും പോകാം. ഇനിയും നാം കാണുന്നത് ഈ സഭയുടെ അവസ്ഥയെക്കുറിച്ചാണ്. ഈ സഭയുടെ അവസ്ഥയെക്കുറിച്ച്, ലവോദിക്യ സഭയുടെ അവസ്ഥയെക്കുറിച്ച്. ഒരു വിചിത്രമായ സഭയാണ് ലവോദിക്യ സഭ. വളരെ വിചിത്രമായ സഭ എന്ന് പറഞ്ഞാൽ എഫേസോസിലേതുപോലെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറവൊന്നും കർത്താവ് പറയുന്നില്ല. പെർഗമൊസിലേതുപോലെ ദുരുപദേശമൊന്നും ഈ സഭയിൽ കാണുന്നില്ല. തുയഥൈറയിലേതുപോലെ അസാൻമാർഗികതയും ഇവിടെ ദർശിപ്പാനായിട്ടില്ല. സർദീസിലേതുപോലെ മൃതാവസ്ഥയോ ഇവിടെയില്ല. മരിച്ച അവസ്ഥ ഒരു വിചിത്രമായ അവസ്ഥയാണ്. ഇതൊന്നുമില്ലെങ്കിലും വല്ല ഗുണവും പറയാനുണ്ടോ? ഇല്ല, ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാം, it is a totally dead and sold out church. പൂർണ്ണമായും ചത്ത, കൈവിടപ്പെട്ടു പോയ, വിൽക്കപ്പെട്ട സഭയാണിത്. It's a church totally dead and sold out. ലൗകികതയ്ക്ക് വേണ്ടി വിൽക്കപ്പെട്ട, ധനാഢ്യതയ്ക്ക് വേണ്ടി കച്ചവടം ചെയ്യപ്പെട്ട ഒരു സഭ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിചിത്രമായ സഭയെന്ന്. സ്തോത്രം. നത്തിങ് പോസിറ്റീവ്, പോസിറ്റീവായ പ്രശംസാപരമായ യാതൊന്നുമില്ല. കർത്താവ് ഒരു കാര്യത്തിലും അവരെ പ്രശംസിക്കുന്നില്ല. അപ്പോൾ തന്നെ മറ്റൊരു പ്രത്യേകത സെൽഫ് ബോസ്റ്റിംഗ് ആണ്. സ്വയം സെൽഫ് ബൂസ്റ്റിങ്ങും ബോസ്റ്റിങ്ങും ഒക്കെയാണത്. ഈ സഭ തന്നെ താൻ ഉയർത്തുന്നു. സ്വയപ്രശംസയുള്ള സഭയാണ്. ക്രിസ്തുരഹിതയായ സഭയാണ്. എ ക്രൈസ്റ്റ്ലെസ് ചർച്ച്. എ ചർച്ച് ദാറ്റ് ഈസ് ഡിപ്രൈവ്ഡ് ടോട്ടലി. എ ടോട്ടൽ ഡിപ്രാവിറ്റി ഈസ് ദയർ. പൂർണ്ണമായും നഷ്ടപ്പെട്ട, പൂർണ്ണമായും ദൈവത്തിൽ നിന്നും അകന്നുപോയ ഒരു സഭ എന്ന് നമുക്ക് ഇവിടെ ഈ സഭയെ കാണാം. ഇങ്ങനെയായിട്ടും കൂടെ
കർത്താവ് ഈ സഭയെ തള്ളിക്കളഞ്ഞിട്ടില്ല. അവർക്ക് മടങ്ങി വരുവാനുള്ള അവസരം ഇപ്പോഴും കർത്താവ് കൊടുക്കുന്നു. ഇവിടെയാണ് നമ്മുടെ കർത്താവിന്റെ മനസ്സലിവ്, കർത്താവിന്റെ സ്നേഹം, അവന്റെ ആർദ്ര കരുണയൊക്കെ വെളിപ്പെടുന്നത്. ഇത്ര മാത്രമായിട്ടും കർത്താവ് ഇവരെ പണിയുന്നത് നിർത്തിയോ? ഇല്ല. സ്തോത്രം. കൂടെ ഉണ്ടല്ലോ എല്ലാവരും. താങ്ക് യു. ഇത്രമാത്രമായിട്ടും ദൈവം ഇവരെ പണിയുന്നത് നിർത്തിയില്ല. ഇവരിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയിട്ടില്ല. സ്തോത്രം. ഇത്രയും ഹീനമായ അവസ്ഥയിലേക്ക് ഈ സഭ അധപ്പതിച്ചു പോയിട്ടും കർത്താവിന് ഇപ്പോഴും ഈ സഭയെപ്പറ്റി പ്രതീക്ഷയുണ്ട്. അത് വളരെ വലിയ കാര്യമാകട്ടോ. സ്തോത്രം. Even at this point, the church has a possibility. Christ has not given up this church. Christ has not given up working on this church, making this church, reviving this church. Christ is still on. Praise God. മനസ്സിലായല്ലോ? സ്തോത്രം. ഇത്ര മാത്രമൊക്കെ ആയിട്ടും കർത്താവ് ഈ സഭയെ പണിയുന്നത് നിർത്തിയില്ല. കർത്താവ് ഈ സഭയെ കൈവിട്ടില്ല. ഇപ്പോഴും കർത്താവിന് ഈ സഭയെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. ദൈവമക്കളെ, നാം കർത്താവിൽ നിന്ന് എത്ര അകന്നു പോയാലും നമ്മുടെ കർത്താവ് അപ്പോഴും നമ്മെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. സ്തോത്രം. ഇന്നും ഞാന് പകൽ ഓർത്ത 2 പദപ്രയോഗങ്ങളാണ്. കരുണാസമ്പന്നനായ ദൈവം. 2, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. നമുക്ക് പരിചയമുള്ള വാക്യങ്ങളാണല്ലോ. ചിലർക്കെങ്കിലും ഓർമ്മ കിട്ടിക്കാണും എവിടെയാണെന്ന്. ആർക്കെങ്കിലും കിട്ടിയെങ്കിലും എടുത്ത് എഫേസ്യർ 2:4 വായിച്ചോളൂ. എഫേസ്യർ 2:4. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. അതങ്ങ് പൂർത്തീകരിച്ചോ. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. കണ്ടോ, കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. 2 പ്രയോഗങ്ങൾ എത്ര സൂപ്പർലേറ്റീവാ പൗലോസിന്റെ ആ പ്രയോഗങ്ങൾ. സ്തോത്രം. സ്തോത്രം. അപ്പൊ പ്രിയപ്പെട്ടവരെ, ലവോദിക്യ സഭയോടുള്ള യേശുക്രിസ്തുവിന്റെ സമീപനം നാം ഓരോരുത്തരോടുമുള്ള സമീപനമാണ്. ഓരോ ക്രിസ്തുവിശ്വാസിയോടുമുള്ള സമീപനമാണ്. ഓരോ പാപിയോടുമുള്ള സമീപനവും കൂടെയാണ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓരോ പാപിയോടും ഓരോ ക്രിസ്തു വിശ്വാസിയോടുമുള്ള യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ സമീപനമാണ് നമുക്കിവിടെ വെളിവാകുന്നത്. സ്തോത്രം.
ദൈവം ഒരു പൊട്ടിയ പാത്രത്തെ ഉപേക്ഷിക്കുന്നില്ല. നമ്മളതിന് പ്രവാചകന്റെ ഭാഷ കടമെടുത്ത് പാട്ട് പാടാറുണ്ട്. ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയാത്തവൻ, പുകയുന്ന തിരിയെ കെടുക്കാത്തവൻ. സ്തോത്രം. ചതഞ്ഞ ഓട, ഓട ചതയാതെ പോലും ബലമില്ലാത്ത സാധന. അത് ചതയും കൂടെ ചെയ്താൽ പിന്നെ ഒരു വകയ്ക്കും കൊള്ളത്തില്ല. reed is so weak even when it is fine, it is healthy. A reed is so weak even when it is okay. ഒരു ഓട ആരോഗ്യത്തോടെ, ഓടെന്ന് പറഞ്ഞാൽ ഞാങ്ങണ, ആരോഗ്യത്തോടെ നിൽക്കുന്ന ഒരു ഓടയ്ക്ക് പോലും ബലമില്ലാത്തതാണ്. എങ്കിൽ പിന്നെ അത് ചതയും കൂടെ ചെയ്താലോ? പക്ഷെ അതിനെ പോലും കർത്താവ് എന്ത് ചെയ്യുന്നില്ല? ഒടിച്ചു കളയുന്നില്ല. സ്തോത്രം. പുകയുന്ന തിരിയെ കെടുത്തു കളയത്തില്ല. എണ്ണയില്ലാതെ കരിന്തിരി എരിയുമ്പോഴാണ് ഇത് പുകയുന്നത്. വിളക്കിലെ തിരി പുകയുന്നത് എണ്ണയെല്ലാം നഷ്ടപ്പെട്ട് ഒരു തുള്ളി പോലും എണ്ണയുടെ അംശമില്ലാതെ വരുമ്പോഴാ ഈ തിരിയായിട്ട് നമ്മൾ വെച്ച തുണി കത്താൻ തുടങ്ങുന്നത്. പിന്നെ പുകയാ, ഇരുട്ട, കാർബണാണ്, ഒക്കെയാ. നമ്മളാണെങ്കിൽ അങ്ങനെ കണ്ടാൽ അപ്പോഴേ അതിന്റെ ആ കരിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ഊതിക്കെടുത്തു. എന്നാൽ കർത്താവിനെ കുറിച്ച്, ദൈവത്തെ കുറിച്ച് പറയുകയാണ്, അവൻ ചതഞ്ഞ ഓട ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുക്കാത്തവൻ. സ്തോത്രം. അതെ, നമ്മുടെ ദൈവം ഉപേക്ഷിക്കുന്നവനല്ല, പണിയുന്നവനാ. പിന്നെ ഒരു കാര്യം, ഈ ദൈവം കൈവിട്ടാൽ പിന്നെ ആർക്കും ഇതിനെ പണിയാൻ ഒക്കുകയില്ല. അതും കൂടെ ഉണ്ട്. സ്തോത്രം. നമ്മുടെ ദൈവം ഉപേക്ഷിക്കാത്തവൻ, കൈവിടാത്തവൻ, പ്രതീക്ഷ കൈവെടിയാത്തവൻ, മരണത്തിൽ പോലും പ്രതീക്ഷ നൽകുന്നവൻ. മറുഭാഗം എന്താണ്? മനസ്സിലായവര് ഉണ്ടെങ്കിലെന്ന് പറഞ്ഞോളൂ. ദഹിപ്പിക്കുന്ന അഗ്നി. അല്ല, ഈ ഞാനിപ്പോ പറഞ്ഞായിരുന്നല്ലോ, അതുണ്ട്, അത് മറുഭാഗത്തുണ്ട്. Repent and come back. ഇല്ല, ഞാനിപ്പോ പറഞ്ഞായിരുന്ന ഒരു കാര്യം, ദൈവം ഉപേക്ഷിച്ചു കഴിഞ്ഞാല് ഒരിക്കലും അതന്നെ. അതാണ് പറഞ്ഞത്. കർത്താവിന് നമ്മിലുള്ള പ്രതീക്ഷ ദൈവം ഉപേക്ഷിക്കുന്നില്ല. കർത്താവ് നമ്മെ കൈവിട്ട് കളയുന്നില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന്റെ മറുഭാഗമുണ്ട്. ഇനിയും ഈ ദൈവം ഒരുത്തനെ ഉപേക്ഷിച്ചെന്നിരിക്കട്ടെ, പിന്നെ അതിനെ പണിതെടുക്കാൻ
ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല, ഒരിക്കലും കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളത്, എന്റെ കർത്താവേ രണ്ട് തല്ല് തല്ലിക്കോ. ആരെ കൊണ്ടെങ്കിലും തല്ലിക്കുന്നതിലും തല്ലിച്ചോ, കൂലിക്കാരെ വിട്ടും തല്ലിച്ചോ, കുഴപ്പമില്ല. പക്ഷേ ബാക്കി പറയാമോ? നിന്റെ സന്നിധിയിൽ നിന്ന് തന്നെ തള്ളിക്കളയരുത്. ഒന്ന്, സന്നിധിയിൽ നിന്നും തള്ളിക്കളയരുത്. വേറെ ഒരു 3 പദപ്രയോഗങ്ങൾ നമ്മൾ അടുപ്പിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഇത് 51-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യമാണ്. നിന്റെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. ഹൃദയഭേദകമായ ദാവീദിന്റെ പ്രാർത്ഥനയാണ്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. അതെ, അതും ആ വാക്യത്തിൽ തന്നെയുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പദവുമായി, പ്രയോഗവുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ചു പഠിച്ചിട്ടുണ്ട്. എന്നെ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിക്കരുത്. ഏത് ഉപേക്ഷണമാ അത്? ദൈവസന്നിധിയിൽ നിന്നുള്ള എന്നേക്കുമായി. എങ്കിൽ ഒന്ന് നോക്കിക്കോളൂ, നിങ്ങൾ മറന്നുപോയത് കൊണ്ടാ, ആവർത്തനമാണിത്. എങ്കിലും റോമർ 1:24, റോമൻസ് 1:24. കിട്ടിയില്ലേ? അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ഇനി 26. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. ദൈവം അവരെ ഏൽപ്പിച്ചു. ഇനി 28. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. കണ്ടോ? ദൈവം മാക്സിമം ആവത് ഇവനെ പണിയാൻ നോക്കി, ഉപേക്ഷിക്കാതിരിപ്പാൻ വേണ്ടി നോക്കി. പക്ഷേ ഒരു രക്ഷയും ഇല്ലാതെ വന്നപ്പോൾ ദൈവം ചെയ്ത 3 കാര്യങ്ങളാണ് പറഞ്ഞത്. സ്തോത്രം. God gave them up in the lusts of their hearts. Verse 24. അവരുടെ ഹൃദയങ്ങളിലെ അശുദ്ധിക്ക് ദൈവം അവരെ ഏൽപ്പിച്ചു. 26-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, God gave them over and abandoned them to vile affections and degrading passions. ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. പിന്നീടാണ് 28-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, God gave them over to a base and condemned mind to do things not proper or decent but loathsome. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? ദൈവം ഉപേക്ഷിച്ചു കളഞ്ഞ കേസുകളാ. ഞാൻ അതുകൊണ്ട് ചോദിച്ചത്, ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞത് ഏത് ഉപേക്ഷണമാണെന്ന്. പാപങ്ങളിൽ ദൈവം നമ്മെ കൈവിടരുത്. അതറ്റ കൈയാണ്. ശരീരത്തിൽ അപ്പോഴും ജീവിച്ചിരിക്കുന്നവരാകാം നാം,
സുബോധമുള്ളവരാകാം, ആരോഗ്യമുള്ളവരാകാം. പക്ഷേ ദൈവം കൈവിട്ട കേസുകളാണ്. ദൈവം ഉടച്ചു കളഞ്ഞതിനെ പണിയാൻ ശ്രമിക്കരുത്. യെരിഹോ പട്ടണത്തിന്റെ മതിലുകളെ കുറിച്ചും വാതിലുകളെ കുറിച്ചും യോശുവ പറഞ്ഞതുപോലെ ദൈവം ഇടിച്ചു കളഞ്ഞതിനെ പണിയാൻ നോക്കരുത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? ലവോദിക്യ സഭയോടുള്ള യേശുക്രിസ്തുവിന്റെ സമീപനത്തിൽ നിന്നാണ് നമ്മൾ ഈ സന്ദേശം ഉൾക്കൊള്ളുന്നത്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇത്ര ഹീനമായ അവസ്ഥയിലേക്ക് ലവോദിക്യ സഭ വീണുപോയിട്ടും ക്രൈസ്റ്റ് വാസ് ആഫ്റ്റർ ദം. കർത്താവ് പുറകെ പോയി. സ്തോത്രം. അവരെ മടങ്ങി വരുവാൻ, മാനസാന്തരപ്പെടുവാൻ കൽപ്പിച്ചുകൊണ്ട് കർത്താവ് അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാ 103-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, അപ്പന് മക്കളോട് കരുണ തോന്നുന്നതുപോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ നമ്മെ പണിയാൻ പുറകെ നടക്കുന്ന ഒരു ദൈവം നമ്മെ കൈവിട്ടാൽ പിന്നെ വേറെ ആർക്കും നമ്മെ പണിയാൻ പറ്റില്ല. സ്തോത്രം. അതിനുള്ള തെളിവുകളാണ് നാം റോമാലേഖനത്തിൽ നിന്നും വായിച്ചത്. അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, അശുദ്ധിക്ക് ഏൽപ്പിച്ചു, നികൃഷ്ട ബുദ്ധിക്ക് ദൈവം ഏൽപ്പിച്ചു. അങ്ങനെ ദൈവം ഉപേക്ഷിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് മടങ്ങി വരുന്നതാണ് നമുക്ക് ഉചിതം. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഒന്നുമില്ല. ശരി. ഈ സഭയുടെ അവസ്ഥകളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ നന്മയൊന്നുമില്ല. എന്നാൽ തന്നെ അവരുടെ പ്രവൃത്തികൾ ഒരുപക്ഷെ ദൈവിക അംഗീകാരം ഉള്ള പലതുണ്ടായിരുന്നു. 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. അല്ലെ 14 തൊട്ടങ്ങ് വായിച്ചോ. 14 മുതൽ. ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അപ്പോൾ എന്തൊക്കെയോ ദൈവം അംഗീകരിക്കും അളവിലുള്ള പ്രവർത്തികൾ ഒരുപക്ഷെ ഇവരിൽ ഉണ്ടായിരുന്നു. പക്ഷെ പ്രവൃത്തി പോരല്ലോ. പ്രവൃത്തി പോരല്ലോ. പിന്നെന്താ പ്രാധാന്യം അർഹിക്കുന്നത്? പ്രവൃത്തിയേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. അല്ല. അനുസിസ്റ്റർ എന്താ പറഞ്ഞേ?
Their heart condition, when they Yeah, do their heart condition, rather not the work, but the worker in totality. Of course, that is the heart condition. പ്രവൃത്തിയല്ല ദൈവത്തിന് പ്രധാനം, പ്രവർത്തിക്കുന്നവനാണ് പ്രധാനം. സാത്താനും ചിലപ്പം നല്ല കാര്യങ്ങളൊക്കെ ചെയ്തെന്നിരിക്കും. സാത്താനും ചിലപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തെന്നിരിക്കും. അങ്ങനെ പറ്റുമോ? സാത്താന് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യാൻ പറ്റുമോ? ദൈവം പറയുന്നതൊക്കെ, സാത്താനോട് ചെയ്യാൻ പറയുന്നതൊക്കെ അവൻ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ? ചെയ്യും. ചെയ്യും. അങ്ങനെ ഒക്കത്തുള്ളല്ലോ. അത്രേ പറ്റുള്ളൂ. കാരണം ദൈവമാ എന്ന് വിചാരിച്ച് പോട്ടെ, ഞാൻ പറഞ്ഞത് നീ കേട്ടല്ലോ, പോട്ടെ സാരമില്ല എന്നും പറഞ്ഞ് അവനെ അംഗീകരിക്കൂ? ഇല്ല. അതുകൊണ്ടാ പറഞ്ഞത് പ്രവൃത്തി ഒരുപക്ഷെ നല്ലതായിരിക്കാം, പക്ഷേ പ്രവൃത്തിയേക്കാൾ പ്രാധാന്യം പ്രവർത്തിക്കുന്നവനാണ് ഉള്ളത്. സ്തോത്രം. അപ്പോൾ അവിടെ സഭയ്ക്ക് പ്രശംസിക്കാൻ, പുകഴുവാൻ കഴിയും അളവിൽ പ്രവൃത്തികൾ ഉണ്ടായിരുന്നെന്ന് കാണുന്നു. പിന്നെ നമ്മൾ കാണുന്നു ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാണ്. ലൂക്ക് വാം, ശീതോഷ്ണവാനാണ്. പിന്നെ ഈ സഭ ഭയങ്കര എന്താണ് പറയുന്നത്, ഗർവിഷ്ഠയാണ്. So arrogant, so proud this church is. And also ignorant about own failures. സ്വന്തം വീഴ്ചകളെ കുറിച്ച്, സ്വന്തം തെറ്റിനെ കുറിച്ച്, സ്വന്തം പാപത്തെ കുറിച്ച് ബോധമില്ലാതിരിക്കുകയും കൂടെ ചെയ്യുന്നു. സഭയെ കുറിച്ച് പറഞ്ഞ കാര്യം മനസ്സിലായി കാണുമല്ലോ. സ്തോത്രം. നമുക്കതിലെ ഓരോന്നോരോന്നിലേക്ക് നോക്കാം. ആ ഓരോന്നിനെ നാം എടുക്കുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ കൂടെ പറയാം. ഒന്ന്, ഈ സഭയെക്കുറിച്ച് തന്നെ ഉള്ളതാണ്. The church at Laodicea became irrelevant by this time. The church became irrelevant. It has nothing to do with the society. സഭ എങ്ങനെയായിരിക്കണമായിരുന്നു? സഭ എങ്ങനെയായിരിക്കണമായിരുന്നു? a light in the ഹാഫ് മാർക്ക്. living organism. പടൻ സിസ്റ്റർ പറഞ്ഞ ലിവിങ് ഓർഗാനിസം. ഓക്കെ. ലൈറ്റ് പറഞ്ഞപ്പം ഹാഫ് മാർക്ക് ആണെങ്കിൽ അതിന്റെ കൗണ്ടർ പാർട്ട് ഉണ്ടല്ലോ, ഹാഫ്. ക്രിസ്തുവിന്റെ സ്വഭാവം അല്ല, റെലവൻസുമായി ബന്ധപ്പെട്ടാണ് അത് വരുന്നത്.
the Laodicean church became irrelevant. ലവോദിക്യ സഭ എന്താണ് പറയുന്നത്? ഇറലവന്റിന് പ്രസക്തി ഇല്ലാത്തതായിട്ട് വന്നു. ലവോദിക്യ സഭയ്ക്ക് സഭ എന്ന നിലയിൽ പ്രസക്തി നഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, സഭ എന്തായിരിക്കണമായിരുന്നു? No more were they sharing the Lord Jesus Christ. Jesus was not seen there. Yeah, Shirley sister, you are right. ഷീബ സിസ്റ്റർ എന്ന് പറയാനായിരുന്നു. സഭ അകത്തും പുറത്തും ഒരുപോലെ പ്രയോജനപ്പെടേണ്ടതായിരുന്നു, പക്ഷെ പ്രയോജനപ്പെടാതിരിക്കുന്നത് കൊണ്ടാണ്. അതെ, അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ഭാഷയാ, വേദപുസ്തകത്തിന്റെ ഭാഷയിലാണ് സഭ എന്തായിരിക്കണമായിരുന്നു. ഇവിടെ അത് പറയുന്നുണ്ടല്ലോ, ഈ ഉഷ്ണമാനോ ശീതമാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. യാ, അതിലും അതിന്റെ ആൻസർ ഈതർ യു ഉപ്പും വെളിച്ചവും ആയിരിക്കണമായിരുന്നു. അതാണ് ഏറ്റവും പ്രസക്തമായ ഉത്തരം. ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ അതാ. പ്രത്യേകിച്ച് ഗിരിപ്രഭാഷണം പഠിച്ചവര് അത് പറഞ്ഞേ പറ്റുള്ളായിരുന്നു. കർത്താവ് പറഞ്ഞു, യു ആർ ദ സോൾട്ട് ഓഫ് ദ എർത്ത് ആൻഡ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അതുകൊണ്ട് ആനി സിസ്റ്റർ ലൈറ്റ് പറഞ്ഞപ്പം പകുതി മാർക്ക് എന്ന് പറഞ്ഞത്. സ്തോത്രം. ജോച്ചായനും ഷേർലി സിസ്റ്ററും അത് പറഞ്ഞു. സഭ ഭൂമിയിൽ ഉപ്പായിട്ടും ലോകത്തിൽ വെളിച്ചമായിട്ടും ഇരിക്കണമായിരുന്നു. പക്ഷേ സഭ ഇറലവന്റായി, അപ്രസക്തമായി എന്ന് പറഞ്ഞാൽ അർത്ഥം യേശു പറഞ്ഞതുപോലെ ഉപ്പുണ്ട്, പക്ഷേ എന്തില്ല? വെളിച്ചമില്ല. കാരമില്ല. കാരമില്ല. ഉപ്പ് ആ ഒരു മെറ്റീരിയലായി, ഒരു മാറ്ററായി, ഒരു വസ്തുവായിട്ടുണ്ടെങ്കിലും അതിന്റെ ഗുണം നഷ്ടപ്പെട്ടു. നമ്മുടെ കയ്യിൽ സെൽഫോൺ ഉണ്ട്. ഏറ്റവും വില കൂടിയ ഫോൺ ഏതാണെന്ന് വെച്ചാൽ അത് ഏറ്റവും വില കൂടിയ ഫോൺ തന്നെ നമ്മുടെ പക്കലുണ്ടെന്നിരിക്കട്ടെ. പക്ഷേ ഇത് ചാർജ് ആകുന്നതേ ഇല്ല. എന്ത് പ്രയോജനം? അപ്രസക്തമായില്ലേ? സ്തോത്രം. ഇതുപോലെ സഭ അപ്രസക്തയായി. The church at Laodicea became irrelevant. It lost its fervor, and therefore now it has become in such a way that it is not in a position to impact the society. സമൂഹത്തെ സ്വാധീനിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു. ഇന്നത്തെ സഭ അങ്ങനെയൊക്കെ തന്നെ അല്ലേ? സ്തോത്രം. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതാ, കേരളത്തിലെ ഒരു സഭയുടെ കേസ് ഒരേ സംഘടനയിൽപ്പെട്ടവർ കോടതിയിൽ ചെന്നു. കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ട് ഏറ്റവും ഒടുവിൽ എഴുതി പാസ്റ്റർ സോ ആൻഡ് സോ. ഞാൻ കേട്ടത് ജഡ്ജി എടുത്തിട്ട് കുടഞ്ഞെന്നാ പറഞ്ഞ്.
പരസ്യമായിട്ട് ചോദിച്ചു, ഇത് നിങ്ങൾ രണ്ടു കൂട്ടരും ഒരാൾ മറ്റൊരാൾക്കെതിരായിട്ട് ഈ വിധം മുഴുവൻ പണികൾ കണക്കിയിട്ട് നിങ്ങൾക്ക് നാണമില്ലേ പാസ്റ്റർ എന്ന് വെക്കാനെന്ന്? നാണമില്ലേ? പ്രിയരെ, സഭ എന്ന നിലയിൽ അപ്രസക്തമായിരിക്കുന്ന ഒരു സമയമായത്. ലവോദിക്യൻ പീരീഡിന്റെ, ലവോദിക്യ കാലഘട്ടത്തിന്റെ ഒരു വിശേഷതയാണത്. സഭ അപ്രസക്തയായി. അതിന്റെ രുചി, വെളിച്ചം, ഗുണം എല്ലാം നഷ്ടപ്പെട്ടു. സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ വീട്ടമ്മമാർ നമ്മുടെ കേരള, പ്രത്യേകിച്ച് സൗത്ത് കേരള സൈഡിൽ അനുസരിച്ചുള്ള മീൻകറി വെക്കുമ്പം കൊടംപുളി, മീൻപുളി എന്നൊക്കെ പറയും. ആ പുളിയിടും. ചിലത് പുളിയാണ്, പക്ഷെ അതിലൊരു ശകലം പോലും പുളിപ്പില്ല. ചില സമയത്ത് നമ്മള് മുളക് മേടിക്കും, പക്ഷെ ഒരു ശകലം എരിയില്ല. മധുരമില്ലാത്ത പഞ്ചസാരയെ കുറിച്ച് ഓർത്ത് നോക്കിക്കേ. സ്തോത്രം. അപ്പോൾ സഭ അപ്രസക്തയായി. രണ്ടാമത്തെ കാര്യം, the church became neutral. The neutrality of the church. അതാണ് ഉഷ്ണവാനുമല്ല ശീതവാനുമല്ലെന്ന് പറഞ്ഞത്. ന്യൂട്രലായി. നമുക്കറിയാം, വണ്ടിയുടെയൊക്കെ ഗിയറിന്റെ ഒരു ഭാഗമാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ഗിയറിന് വണ്ടിയുടെ മേൽ ഒരു നിയന്ത്രണവുമില്ല, ഒരു സ്വാധീനവുമില്ല. അത് തന്നെയാണ് അപ്രസക്തം എന്നുള്ളതിന്റെ നമ്മൾ ചിന്തിച്ചത്. The church neutrality. അവിടെയുമല്ല ഇവിടെയുമല്ല, അതുമല്ല ഇതുമല്ല, അങ്ങനെയുമല്ല ഇങ്ങനെയുമല്ല. അങ്ങനത്തെ ഒരു സ്ഥിതി സഭയ്ക്കുണ്ടായി. ലവോദിക്യ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണത്. മറ്റൊരു കാര്യം, it was better not to start with Christianity than beginning and going astray from Christ. യേശുക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നതിനേക്കാൾ നല്ലത് ക്രിസ്തുവിനോടുകൂടെ തുടങ്ങാതിരിക്കുന്നതായിരുന്നു. തുടങ്ങിയാൽ തുടരണം, തുടർന്ന് തുടക്കത്തേക്കാൾ ശ്രേഷ്ഠമായ അന്തം പ്രാപിക്കണം. If we began with Christ, we should continue with him, and we should be very much receiving an end better than the beginning. തുടക്കത്തേക്കാൾ ഏറെ നല്ല ഒരവസാനം നമുക്കുണ്ടാകണം. ഇവിടെ ലവോദിക്യ സഭ ക്രിസ്തുവിനോട് കൂടെ തുടങ്ങി, പക്ഷെ തുടരാൻ അവർക്ക് കഴിഞ്ഞില്ല. പലരുടെയും ഒരു പ്രശ്നമാണിത്. They begin with Christ. They begin with Jesus. They begin with baptism. They begin with
everything that the Bible urges, but unable to pursue, unable to continue in, and therefore they are fallen on the way. പലരും തുടങ്ങും ക്രിസ്തുവിനോടുകൂടെ, പക്ഷെ തുടരാതെ, ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞോട്ടെ, തുടരാതെ തുലഞ്ഞു പോകും. തുടക്കം, തുടർച്ച. സ്തോത്രം. എന്നാൽ അത് ഏറ്റവും ഒടുവിൽ മനോഹരമായി കൊണ്ടെത്തിക്കണം. അവിടെയാണ് പൗലോസിന്റെ വാക്കുകൾ പ്രസക്തം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പ്രൈസ് ഗാഡ്. യേശുവും ക്രൂശിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇസ് ഫിനിഷ്ഡ്. നിവൃത്തിയായി, നിവൃത്തിയായി. നമ്മുടെ മുൻപിലുള്ള വെല്ലുവിളിയാണ് ലവോദിക്യ സഭയിൽ നിന്നും നമുക്കുള്ളത്. നാം അപ്രസക്തരായി തീരരുത്. നമുക്ക് ഒരു മിന്നാമിനിങ്ങിനെ പോലെയെങ്കിലും വെളിച്ചം കൊടുക്കുവാൻ കഴിയണം ഇരുള് നിറഞ്ഞ ഈ ലോകത്തിൽ. സ്തോത്രം. മനസ്സിലായി കാണുമല്ലോ. അപ്രസക്തയായ സഭ, ന്യൂട്രലായി നിൽക്കുന്ന സഭ ആർക്കും എന്തുമാകാം. അടിക്കണമെങ്കിൽ അടിക്കാം, നിന്ദിക്കണമെങ്കിൽ നിന്ദിക്കാം. മൂന്നാമത്തെ കാര്യം, ക്രിസ്തുവിനോട് കൂടെ തുടങ്ങിയെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ അവസാനിപ്പിക്കണം. നമ്മുടെ ആരംഭത്തെക്കാൾ അവസാനം നന്നായിരിക്കണം. സ്തോത്രം. ലവോദിക്യ സഭയുടെ ചില അവസ്ഥകളാണ് നാം ഇതുവരെ വിവിധ നിലകളിലായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്നത്. മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതട്ടെ. സ്തോത്രം. ലവോദിക്യ സഭയിൽ നിന്നും നമുക്ക് താക്കീത് ഏറ്റെടുത്തുകൊണ്ട് സ്മുർണയെ പോലെയും ഫിലദൽഫിയെ പോലെയും ആകുവാൻ നമ്മെ നമുക്ക് സമർപ്പിക്കാം. നാഥൻ വരാറായി. മാറാ നാഥ. ദൈവം നമ്മെ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.